ബിഗ് ബോസില് വേണ്ടായിരുന്നു ഈ മത്സരാർത്ഥി വരേണ്ട. ഉത്തരം പറയാമോ? എന്താ ചോദിച്ചാൽ ഈ സോഷ്യൽ മീഡിയയിൽ ജാസ്മിനും ഗബ്രിക്കെതിരെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട്. അത് അവരുടെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു എനിക്ക് അതാ ഞാൻ പറഞ്ഞത്. ഒരു മൂന്നാമത്തെ ദിവസം നമ്മൾ രണ്ടും കൂടെ അങ്ങോട്ട് കയറുകയാണ് അല്ലേ? എന്താണ് നമ്മളുടെ പേര്? സൂര്യ. ഞാനും സൂര്യയും കൂടെ ഒരു ഷോയിലേക്ക് അങ്ങോട്ട് കയറുന്നു. നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല, പരിചയപ്പെട്ടിട്ടില്ല എന്ന് നാട്ടുകാരെ അറിയിക്കുന്നു. 100 ദിവസം അതിനകത്ത് നിൽക്കേണ്ട നമ്മൾ മൂന്നാമത്തെ ദിവസം പ്രണയം തുടങ്ങുകയാണെങ്കിൽ കഞ്ഞിവെള്ളം കുടിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പോൾ 2 ഒന്നിൽ ഇവർ അഭ്യസിക്കുക, അല്ലെങ്കിൽ വരുന്നതിന് മുമ്പേ എങ്ങനെയോ കോൺടാക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് വന്നതാവാം. അല്ല നമ്മൾ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, നമ്മുടെ നോട്ടങ്ങളിലൂടെ നമ്മുടെ പ്രവൃത്തികളിലൂടെ ഒരു നാച്ചുറലായിട്ടുള്ളൊരു പ്രണയം വന്നതിന് ശേഷം അതിൽ പ്രണയം വരുന്നതിൽ തെറ്റില്ല. പ്രണയമാണ് വേണ്ടത്, ഹൃദയത്തിൽ നിന്ന് പ്രണയം വരണം. അത് പക്ഷേ നാച്ചുറൽ ആയിരിക്കണം. നമ്മളെ പറ്റിക്കാനുള്ള പ്രണയം വന്നു കഴിഞ്ഞാൽ അല്ലേ? സാറിന് അങ്ങനെ ആരുടെ തോന്നിട്ടില്ല? എനിക്ക് തോന്നാൻ തക്ക രീതിയിലുള്ള ആൾക്കാർ വന്നിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും വരുമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ഉള്ളിൽ പ്രണയമൊക്കെ ഉണ്ട്, അത് വരും. അപ്പോൾ അതുകൊണ്ട് ഈ പ്രണയത്തിനെ ആൾക്കാർ എതിർക്കുന്നെങ്കിൽ അതുമല്ല, അത് പരിധി വിട്ടുപോയി. നമ്മൾ തമ്മിൽ അങ്ങോട്ട് പ്രണയിച്ച് കഴിഞ്ഞാൽ 2-ാമത്തെ ദിവസം ഞാൻ നിൻ്റെ കൈയും കാലും പിടിച്ച് കടിക്കുമോ? അപ്പോൾ എനിക്കെന്തോ സൈക്കോ പ്രോബ്ലം ആണ്. അത് സ്ട്രാറ്റജിയുടെ അതുമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ആ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വീട്ടുകാർ കാണുന്നുണ്ട്, നാട്ടുകാർ കാണുന്നുണ്ട്, അയൽവക്കക്കാർ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്ട്രാറ്റജി വരാൻ പോകുന്നത് എൻ്റെ കണക്കോട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു കെട്ടിപ്പിടുത്തവും മോപ്പമാണ്, അതിനും അപ്പുറത്തേക്ക് പോയെങ്കിൽ ഇനി തോന്നുന്നതെന്ന് പറയുന്നത് എന്താണ്? അടുത്തത് ഇമോഷണൽ ട്രാക്ക് ആയിരിക്കും. എന്ന് വെച്ചാൽ പൊട്ടിക്കരച്ചിലും മാനസാന്തരവും കുറ്റബോധവും പിന്നെ മാപ്പപേക്ഷിക്കലും. അതിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ സാർ. അപ്പൊ ഈ ആഴ്ച ആര് പോകും? അല്ലല്ല, അങ്ങനെ ഈ ആഴ്ച ആര് പോകും എന്നുള്ളതിനെ കുറിച്ച് പറയാനായിട്ട് അല്ല, അങ്ങനെ ആര് പോകുന്നതിനെ കുറിച്ച് എനിക്ക് പറയാൻ താല്പര്യമില്ല. പക്ഷേ ഈ ആഴ്ച മുന്നിലേക്ക് നിൽക്കുന്ന ആരൊക്കെയെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ 1-ാം സ്ഥാനം ഞാൻ അപ്സരയെ പറയും. അപ്സര ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ബിഗ് ബോസിൽ ശരിക്കും പറഞ്ഞാൽ സൈലന്റ് ആയിട്ട് കളിക്കുന്നതിനാണ് അതോ ഒരുപാട് ഒച്ചപ്പാടുണ്ടാക്കുന്നതാണ് ഇപ്പൊ എല്ലാവരും കണ്ടോണ്ടിരിക്കുന്നത്? ഇപ്പൊ അഖിൽമാരാകാൻ ശ്രമിക്കുന്നതൊക്കെ പറയുന്നുണ്ട് പലപ്പോഴും. ഇപ്പൊ സാറാകാൻ പറയുന്ന ആൾക്കാരുണ്ട്, ചിലർ പറയുന്നത് സാബുമോനാൻ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ബിഗ് ബോസിന്റെ ഒരു സ്ട്രാറ്റജി? ശരിക്കും പറഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കാതെ കളിക്കുന്നതിനാണ് വാല്യൂ കൂടുതൽ. അല്ല, അത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ശബ്ദം ഉണ്ടാക്കേണ്ടടുത്ത് ശബ്ദം ഉണ്ടാക്കുക തന്നെ വേണം. നമ്മളെന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി, ഇപ്പം ഞാൻ ഇത് പറയുന്നത് വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിനും കൂടെ ഗുണം ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇപ്പോൾ വൈൽഡ് കാർഡുകൾ കയറുമ്പോൾ നിങ്ങളുടെ വീഡിയോസ് കാണും, അതുപോലെ അടുത്ത വർഷങ്ങളിൽ വരുമ്പോൾ അവരും ഇത് കാണും, അവരും അറിയണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യേണ്ടത്? വരുന്നവർക്കുള്ളൊരു മെസ്സേജ് എന്നുള്ള നിലയിൽ പറയുന്നത് നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം, കണ്ടൻറ്റ് കൊടുക്കേണ്ടടുത്ത് കണ്ടൻറ്റ് കൊടുക്കണം, സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കണം, പ്രണയിക്കേണ്ടടുത്ത് പ്രണയിക്കണം, ഫൈറ്റ് ചെയ്യേണ്ടടുത്ത് ഫൈറ്റ് ചെയ്യണം, അന്യായം കണ്ടാൽ പ്രതികരിക്കണം. പക്ഷേ അപ്പോഴെല്ലാം നമ്മൾ ഏത് സ്റ്റാൻഡിൽ നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ ജെന്യൂനായിട്ട് ഒറ്റയ്ക്ക് മുന്നേറാനായിട്ട് നോക്കുക. ചില ഗെയിം ബിഗ് ബോസ് തരും. ആ തരുന്നതിന് ഗ്രൂപ്പ് ആവാനുള്ള ഗെയിം തരും. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ആവാം. കമ്പനി കൂടേണ്ട സാധനം തരും. നിങ്ങൾക്ക് ഇതിൽ ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ച്, ഇപ്പം ഞാനും പവനും നമ്മുടെ സീസൺ 2 കോയിൻ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കോയിൻ ടാസ്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് ഇതിൽ വേണമെന്നുള്ളവരെ ബുദ്ധിപരമായി കൂട്ടാം. അപ്പോൾ എനിക്ക് മറ്റുള്ളവരെ ഇടിച്ചിട്ട് പോയി കോയിൻ പറക്കാനുള്ള ആരോഗ്യമില്ല. അപ്പം ഞാൻ പവനോട് പറഞ്ഞെന്താ, നീ കളക്ട് ചെയ്തുകൊണ്ട് പോകാൻ, ഞാൻ സൂക്ഷിച്ച് പിടിച്ചുകൊണ്ടിരിക്കാം, പക്ഷേ ഒരു ഷെയർ എനിക്ക് തരണം. മനസ്സിലായില്ലേ? അപ്പോൾ അവൻ ഇടിച്ചത് അത് കളക്ട് ചെയ്തുകൊണ്ടിരുന്നു, ഞാൻ അത് സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ ആവാം. പക്ഷേ നമ്മൾ ത്രൂ ഔട്ട് എങ്ങോട്ട് പോകുമ്പോഴും ഒരാളിൻ്റെ കൈ പിടിച്ച് കഷത്ത് വെച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇത് നഴ്സറി കുട്ടിയൊന്നും അല്ലല്ലോ, ആണോ? അവിടെയൊക്കെയാണ് തെറ്റിയത്, അവിടെയൊക്കെയാണ് മിസ്സിങ് ആയിപ്പോയത്. പിന്നെ കൂടാതെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഒരുപാട് ഫോളോവേഴ്സ് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ധാർഷ്ട്യം നമുക്കുണ്ടാവും. കാരണം ഞാൻ എങ്ങനെയൊക്കെ കാണിച്ചാലും എനിക്ക് സപ്പോർട്ട് വെളിയിൽ നിന്നുണ്ടാവുന്നു. കണ്ടുവരുന്നത് എല്ലാ ആളുകൾക്കും PR വർക്ക് നന്നായിട്ടുണ്ട്, പഴയ പോലെ അല്ലെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ല, എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. കുറച്ച് പേർക്കുണ്ട് എന്നുള്ളതാണ്. കാരണം ഞാൻ ചിലരുടെയൊക്കെ വീഡിയോ കണ്ടു. കാരണം അവർ കയറി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ വീഡിയോകൾ പലതും വരുന്നുണ്ട്. അത് പ്രീ പ്ലാൻഡ് ആയിട്ട് ഞാൻ എപ്പോഴും സോഷ്യൽ മീഡിയ ഇങ്ങനെ കീനായിട്ട് നോക്കുന്ന ആളല്ല. കാരണം എൻ്റെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി ഓടുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നോക്കാൻ പറ്റാറില്ല. പക്ഷെ ചില വീഡിയോസ് ഞാൻ കണ്ടപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ പ്രീ പ്ലാൻ ചെയ്ത് എല്ലാമൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. 8 ടൈം അല്ലല്ല, അങ്ങനെ കപ്പടിക്കാൻ പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളെ മുടി ഋഷി എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം കയറി ഗംഭീരമായില്ലേ. അപ്പോൾ ഇതിൽ പതുങ്ങിയിരിക്കുന്ന സൈലൻ്റ് ആയിരിക്കുന്ന പലരും വേണമെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത ആഴ്ച മുൻനിരയിലേക്ക് വരാം. ഇനിയിപ്പോൾ വൈൽഡ് കാർഡുകൾ കുറച്ച് പേര് വരും.